ബുദ്ധി കൂട്ടണമെങ്കിൽ പശുവിൻ പാൽ കുടിക്കണം, എരുമപ്പാൽ കുടിച്ചാൽ അലസനാകും. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല കേട്ടോ. രാജസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ വിഡിത്തം വിളിച്ചു പറയുന്നത്. अपने बच्चों को बुद्धिमान बनाना है, अपने बच्चों को चंचल बनाना है तो गोमाता का दूध पिलाओ. രാജസ്ഥാനിലെ കോട്ടയിൽ നടന്ന ഗോസംരക്ഷണ ചടങ്ങിലാണ് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദീലാവർ തന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉയർച്ചയുള്ള തോളുകളുള്ള നാടൻ പശുക്കളുടെ പാൽ കുടിച്ചാൽ കുട്ടികൾ ബുദ്ധിശാലികളാകുമത്രേ. എരുമപ്പാൽ കുടിക്കുന്നവർ അലസന്മാരായി ഉറങ്ങുമെന്നും അവർക്കൊന്നും വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിയില്ലെന്നുമാണ് മന്ത്രി തട്ടിവിട്ടിരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി എന്താകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രത്യേകതരം പാൽ കുടിക്കുന്നത് ബുദ്ധിശക്തിയെ ബാധിക്കുമെന്ന് ലോകത്തിലെ ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം വിചിത്രവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് നിന്നും പുറത്തു വരുന്നത് BJPയുടെ രാഷ്ട്രീയ ധാർമ്മികതയെ പിടിച്ചുലയ്ക്കുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ്. പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നവർക്ക് കോടികൾ സംഭാവന നൽകുന്നത് ആരെന്നറിയണ്ടേ? അതെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരാണ് അവർ. പശുവിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും തെരുവിൽ വേട്ടയാടുമ്പോൾ അതേ പശുവിനെ അറുത്ത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കമ്പനികളിൽ നിന്നും കോടികളാണ് BJP വാങ്ങിക്കൂട്ടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായ അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ വർഷം മാത്രം BJPക്ക് നൽകിയത് 30 കോടി രൂപയാണ്. 2014 അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാംസ കയറ്റുമതിയെ പിങ്ക് വിപ്ലവം എന്ന് പരിഹസിച്ചവരാണ് മോദിയും കൂട്ടരും. എന്നാൽ ഇന്ന് ആ കഥയൊക്കെ മാറി കേട്ടോ. 2019 നികുതി വെട്ടിപ്പ് ആരോപിച്ച് ED റെയ്ഡ് നടത്തിയ ഇതേ അല്ലാന ഗ്രൂപ്പ് പിന്നീട് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJPക്ക് വൻ തുകയാണ് നൽകി തുടങ്ങിയത്. ബലം എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. 2018 ശേഷം കമ്പനിയുടെ വരുമാനം 10,000 കോടിയാണ് കടന്നിരിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ നയപരമായ പിന്തുണയും ഈ ബീഫ് വ്യാപാരികൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നു സാരം. ഇത് വെറുമൊരു പണമിടപാടല്ല, പച്ചയായ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കൂടിയാണ്. പാവപ്പെട്ടവൻ ബീഫ് കൈവശം വെച്ചാൽ അവനെ തല്ലിക്കൊല്ലാൻ ഗുണ്ടകളെ വിടുന്നവർ വലിയ ബീഫ് കമ്പനികളിൽ നിന്നും കോടികൾ വാങ്ങി അവർക്ക് വിപണി വിപുലീകരിക്കാൻ സഹായം നൽകുകയാണ് ഇവിടെ. 2025 ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി $4 ബില്യൺ എന്ന റെക്കോർഡിലേക്കാണ് എത്തി നിൽക്കുന്നത്. പശുവിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നവരുടെ ഈ ഇരട്ടമുഖം രാജ്യം തിരിച്ചറിയേണ്ടതുണ്ട്.